ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ലക്നൌവിലെ ഔദ്യോഗിക വസതിക്ക് താഴെ ശിവലിംഗമുണ്ടെന്നും അത് ഖനനം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ മസ്ജിദുകളിൽ ശിവലിംഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി നടത്തുന്ന ഖനന നടപടികളെ വിമർശിച്ചുകൊണ്ടാണ് അഖിലേഷ് യാദവിന്റെ ഈ പരിഹാസം. ലക്നൌവിലെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് കീഴിൽ ഒരു ശിവലിംഗമുണ്ട്, അത് ഖനനം ചെയ്യണം. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് സമാജ്വാദി പാർട്ടി നേതാവ് തന്റെ നിലപാട് അറിയിച്ചത്. ഉത്തർപ്രദേശിൽ അടുത്തിടെ നടന്ന പുരാവസ്തു സർവേകളെ ചൊല്ലിയുള്ള രാഷ്ട്രീയ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശമെന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശിലെ സംഭലിൽ നടത്തിയ സർവേയിൽ 1857 കലാപത്തിന്റെ കാലഘട്ടത്തിലേത് എന്ന് കരുതുന്ന 250 അടി താഴ്ചയുള്ള പടിക്കിണർ കണ്ടെത്തിയിരുന്നു. ലക്ഷ്മൺഗഞ്ച് പ്രദേശത്തെ സ്ഥലത്ത് 2 ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഖനനം നടത്തിയതിനു ശേഷമാണ് ഈ കിണർ കണ്ടെത്തിയത്. ഇതേ പ്രദേശത്ത് പുരാതനമായ ഒരു ബാങ്കെ ബിഹാരി ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പടിക്കിണർ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ വ്യതിചലിപ്പിക്കാനാണ് ബിജെപി ഇത്തരം സർവേകൾ നടത്തുന്നതെന്നാണ് അഖിലേഷ് യാദവ് ആവർത്തിച്ച് ആരോപിക്കുന്നത്. എല്ലായിടത്തും കുഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിഹാരവും ലഭിക്കില്ല. നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്കുള്ള നിയമമുണ്ട്, അത് ഇത്തരം കാര്യങ്ങൾ നിരോധിക്കുന്നുവെന്നാണ് അഖിലേഷ് യാദവ് കഴിഞ്ഞയാഴ്ച പറഞ്ഞത്. ഇതിന്റെ പിന്നാലെയാണ് യോഗി ആദിത്യനാഥിന്റെ വസതിയെ കൂടി ഉൾപ്പെടുത്തി അഖിലേഷ് യാദവിന്റെ പരിഹാസം. അതേസമയം നേരത്തെ നവംബർ അവസാനം യുപിയിലെ സംഭലിൽ നടന്ന സർവേ നടപടികൾ 5 പേരുടെ മരണത്തിനിടയാക്കിയ സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ സംഭൽ മേഖലയിലെ ഷാഹി ജുമാ മസ്ജിദിലാണ് സർവേ നടപടികൾ നടന്നത്. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിലാണ് 5 പേർക്ക് ജീവൻ നഷ്ടമായത്. മുഗൾ ഭരണകാലത്ത് ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചതെന്ന് ആരോപിച്ച് നൽകിയ കേസിൽ ജില്ലാ കോടതി നിർദ്ദേശപ്രകാരം സർവേ നടത്തുന്നതിനിടയിലായിരുന്നു ഇത് തടയാനായി ആളുകൾ എത്തിയത്. ഇവർക്ക് നേരെ പോലീസ് വെടിയുതിർക്കുകയായിരുന്നു. സംഭവം ദേശീയ തലത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായി. അന്ന് രാജ്യത്തെ സുപ്രധാന വിഷയങ്ങളായ കർഷക പ്രക്ഷോഭം, തൊഴിലില്ലായ്മ എന്നിവയിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സംഭലിൽ നടത്തിയ ആർക്കിയോളജിക്കൽ സർവേ പോലുള്ള ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിലൂടെ ബിജെപി ശ്രമിക്കുന്നതെന്നാണ് അഖിലേഷ് യാദവ് ആരോപിച്ചത്. ഇന്ത്യയിലെ ആരാധനാലയങ്ങളുടെ മതപരമായ സ്വഭാവം നിലനിർത്താനും സംരക്ഷിക്കാനും ശ്രമിക്കുന്ന ആരാധനാലയങ്ങളുടെ നിയമത്തെക്കുറിച്ച് കൂടി മുൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. എല്ലായിടത്തും കുഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പരിഹാരവും ലഭിക്കില്ല. നമ്മുടെ രാജ്യത്ത് ആരാധനാലയങ്ങൾക്ക് നിയമമുണ്ട്, അതിൽ ഇത്തരം കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നുവെന്ന് അഖിലേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു. സംഭൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടി MP സിയാവുർ റഹ്മാൻ വാർഗിനെതിരായ കേസിനെ കുറിച്ചും അഖിലേഷ് പ്രതികരിക്കുകയുണ്ടായി. MP-ക്കെതിരെയുള്ളതായാലും സാധാരണക്കാർക്കെതിരെയുള്ളതായാലും എല്ലാ കേസുകളും പിൻവലിക്കണമെന്നായിരുന്നു അഖിലേഷ് ആവശ്യപ്പെട്ടത്. നവംബർ 24-ന് സംഭലിൽ 5 പേരുടെ മരണത്തിനിടയാക്കിയ അക്രമ സംഭവങ്ങൾക്ക് സൗകര്യമൊരുക്കിയതിനും ആൾക്കൂട്ടത്തെ പ്രകോപിപ്പിക്കുന്നതിനും സിയാവുർ റഹ്മാൻ വാർഗിനെതിരെ കേസെടുത്തിരുന്നു.